ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട അക്ഷയ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. UK വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള UK വന്നിട്ട് കിട്ടിയ ബന്ധമല്ല അത്, വിനുവിൻ്റെ കസിനാണ് ചേട്ടൻ. പക്ഷേ ഞങ്ങൾ ഇത്രയും കണക്റ്റഡ് ആയത് UK വന്നതിന് ശേഷമാണ്. അപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ്. എപ്പോഴത്തെ പോലെ ഇന്നും ലേറ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. എനിക്കൊട്ടും വയ്യ, പാടില്ല, അതുകൊണ്ടാണ് ഒച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും മേടിക്കണ്ടേ, സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണം. ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം. അപ്പം നേരെ സ്ട്രാറ്റ്ഫോർഡ് പോയിട്ട് അവിടെ നിന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പം തന്നെ ലേറ്റ് ആണ്, സോ നമുക്ക് വേഗം പോവാം. ഇവിടെ UK നല്ല തണുപ്പായി തുടങ്ങുന്നുണ്ട്. തണുപ്പായി. അപ്പോൾ തണുപ്പായിട്ടും ഞാൻ നോർമൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയി ലാസ്റ്റ് മൊത്തത്തിൽ പാടില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് വീണ്ടും പഴയ ഇതിലോട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജാക്കറ്റ് ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് തണുപ്പായിട്ടുണ്ട്. പെട്ടെന്ന് ഈ നെഞ്ചിലോട്ടൊക്കെയാണ് തണുപ്പ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ മൊത്തത്തിൽ കവറായിട്ട് പോകണം. അപ്പം നമ്മൾ സേഫായിരിക്കും. അപ്പോൾ ചെവിയിലും അടിക്കില്ല, നെഞ്ചിലും ഒന്നും കാറ്റടിക്കില്ല. സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരാം. This is an Elizabeth line service to Paddington. The next station is Forest Gate. ഒട്ടും വൈകി എനിക്ക് പാടില്ല. അക്ഷരീസ് ഒരു കാര്യം മനസ്സിലാക്കണം. വൈകി വരുന്നതിന്റെ മെയിൻ റീസൺ എനിക്ക് വയ്യ. അല്ലെങ്കിൽ കറക്റ്റ് രാവിലെ എത്തിയാലേ അറിയാലോ. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നവ്യ അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. ഇതല്ല, ആളെ മാറിപ്പോയി. ഇതിന് പുറകിലുണ്ടാള്. ഇതാണ് നവ്യ. മിമിന്ന് കിട്ടിയ കുറച്ച് നല്ല സൗഹൃദങ്ങളിൽ ഒരാളാണ് നവ്യ. അപ്പോൾ അത് ഞാനിപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയിട്ടും നവ്യയുടെ നല്ല കണക്ഷനാണ്. വേഗം നമുക്ക് സാധനം മേടിക്കണമെങ്കിൽ അപ്ഡേറ്റ് രണ്ടിനെയും പുറത്താണ്. ഫൈനലി നമ്മൾ ഡേറ്റ് മാനിലെത്തിയിരിക്കുകയാണ്. എപ്പോഴത്തെ പോലെ തന്നെ ഒരു ഷൂ ആണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ എടുത്ത ഷൂ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എൻ്റെ കമ്മൽ എങ്ങനെയുണ്ട്? പുതിയത് പിന്നെ എഡിറ്റ് ചെയ്യില്ലേ? അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ഒരു മോളെ ഇനി വീഡിയോ ചെയ്യണ്ടെന്ന് പറയും. ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വേഗം ബില്ല് ചെയ്തിട്ട് വേഗം സ്റ്റാർട്ടിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഹലോ, അവിടെ വേറെ എന്തോ തിരക്കിലാണ്. ഇനി ഒരു 5 സ്റ്റോപ്പ് അതിനുള്ളിൽ കത്രികയായിട്ടാണ് ഞാൻ നടക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഞങ്ങൾ ഫുൾ ജോളി മൂഡ് അല്ലേടി. ഇടി എന്തടി ഇവരൊക്കെ ഇവളെന്ത് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട് 2 വാക്ക് ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നു ചേച്ചിയുടെ വയസ്സ് ഞങ്ങൾ ഇതില് പറഞ്ഞ് ചേച്ചിനെ അപമാനിക്കുന്നില്ല. കാരണം ചേച്ചിക്ക് നല്ല പ്രായം ഉണ്ടെങ്കിലും സുന്ദരിയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചേച്ചി വീഡിയോ കണ്ടിട്ട് നമ്മളെ പ്രാകും. ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ വന്ന് ഡോറ് തുറന്നു തരും എന്നുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ടിരുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് റെഡ്ഡിക്കാർ വന്ന് വാതിൽ തുറന്നു തന്നത്. അപ്പം ഞങ്ങൾ ഇയാൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങളൊന്ന് പകച്ചു പോയി. പിന്നീട് പുള്ളിയുമായിട്ട് ഞങ്ങൾ നല്ല കമ്പനി ആയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും തകപ്പെട്ട മനസ്സിനുടമയാണ് പുള്ളി എന്നുള്ള കാര്യം. അക്ഷയ ചേച്ചി എൻ്റെ ഒരു നേർപകർപ്പാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ച് എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 10 ഫോട്ടോ എടുത്താൽ ചേച്ചിയുടെ 20 ഫോട്ടോ എടുക്കും. അത്രയും ഞങ്ങൾ സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നത് പോലും മൈൻഡാക്കാതെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോനക്ക് മരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അക്ഷയ ചേച്ചിക്ക് സിനിയാണ്. ഇവരുടെ കോംബോ ആണ് ഇവിടെ മെയിൻ. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിനി. നവ്യ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഞാനും ആഗ്രഹിക്കുന്നു.
ഗൈസ് പ്ലീസ്. ഇവിടെ വന്നാലുള്ള മറ്റൊരു ടാസ്ക്കാണ് നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കണം എന്നുള്ളത്. കാരണം മലയാളം സംസാരിക്കണോ, തമിഴ് വേണോ, അതോ ഇംഗ്ലീഷ് വേണോ എന്നുള്ളതാണ്. ചേച്ചി തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള റൂമിലുള്ളവർ ഹൈദരാബാദാണ്. സോ നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് അവിടെ ചെല്ലുമ്പോൾ. Okay, introducing my roommate. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. No. Okay, next. Ready, Garu? ഹായ്. ഇതിന് വേണമെന്നില്ല. ഇവിടെ ഒരെണ്ണ കൊച്ചിന്, ഇവിടെ ഒരു ആയ വന്നിട്ടുണ്ട്. Ayamma ഉണ്ട്. Unmarried. Oh, unmarried ആണ് പേര്. Unmarried. ഒരു രോദനം. കുളന്ത ഒറിജിനൽ കുളന്ത ഇങ്ങനെ ഇത് ഇതിനൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഒന്നുമില്ല, എല്ലാം സൂപ്പറാ, സെറ്റാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ശരിക്കും രാഹുൽ ചേട്ടനും വീനും കസിൻസാണ്. അപ്പോൾ അവർ നാട്ടിൽ വെച്ച് തന്നെ നല്ല കണക്ഷനായിരുന്നു. പക്ഷെ ഞാനും ചേച്ചിയും UK വന്നതിന് ശേഷമാണ് നേരിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒരേ വൈബാണെന്ന്. കാരണം ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കണക്റ്റ് ആവാൻ പെട്ടെന്ന് അത്ര ടൈമൊന്നും വേണ്ടി വന്നതേ ഇല്ല. ചേട്ടനും വീനും ഫസ്റ്റ് കസിൻസ് ഒന്നല്ല, എന്നിരുന്നാൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ വേണമെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന മുഖം ഇവരുടെയാണ്. Didi, my birthday or your birthday? Why you give me? Okay. ആദ്യം ആരും കൊടുക്കണ്ടേ, നമ്മളല്ലേ. അവൻ ഡൗട്ട് കേക്കണം. ആടാ ആരെങ്കിലൊക്കെ കൊടുക്കണേ. ഇപ്പൊ അനിയൻ പോലെ മൊട്ടിനി തൊപ്പ ഇങ്ങനെ മാറിക്കിടിക്കും. പക്ഷെ എനിക്ക് ടേസ്റ്റ് ഇല്ല. ഇറ്റ്സ് ഓക്കെ. ഇട ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നത് എന്തോ ആ സൈഡിൽ ആരും ഇരിക്കുന്നോ? കിട്ടണ്ട. അത് എന്നാ അപ്പടി ഒരു ടോക്ക്. ഹാപ്പി ബർത്ത്ഡേ പോലെ അന്നിക്കോ ഒരു വായിൽ അവ വായിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു കിട്ടിയില്ല. ഒന്നോടെ കൊടുക്കുമ്പോ unexpected. Thank you so much guys. ഹാപ്പി ബർത്ത്ഡേ. Thank you. മിമി ഗേൾസ്. ഞാനായിരുന്നു. ഇപ്പൊ ദൃശ്യമില്ല, റിലീസ് കിട്ടിയിരിക്കും. ഞങ്ങൾ രണ്ടുപേരും സ്റ്റിൽ അങ്ങനെ മാറ്റിക്കിട്ട് இருக்கோம். ദൃശ്യ കേട്ടോ അവരോட ഇതില്. അതെ, നീജു ലണ്ടൻ. ഓ ഇറ്റ്സ് ഓക്കെ. മിമി ലണ്ടനാ? ഇറ്റ്സ് ഓക്കെ ഡി. മിമി ലണ്ടൻ. സോറി പോടുது. മിമി ലണ്ടൻ അല്ല, മിമി ഇന്ത്യൻ. ഇറ്റ്സ് ഓക്കെ നമുക്ക് അതേ സോറി പോടും. മിമി ലണ്ടൻ പറഞ്ഞാൽ ഒറ്റയ്ക്ക് പേശാതെ ദൃശ്യൊക്കെ ആരും ഇല്ലാമ ബോർ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. ഷെഫുമാരുണ്ട് ഇവിടെ ഫുൾ ഇന്ത്യൻസാ. കൊള്ളാം. താങ്ക് യു.
സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ഹസ്ബൻഡ് കൊടുത്ത ഗിഫ്റ്റ് ഇത്. ക്യൂട്ടല്ലോ. അടുത്തത് കാട്ടുക. അടുത്തത് യാർന്ന് പാക്കണം. ഇനിയുണ്ട് നൈസ്. ഇത് മിമി ബെസ്റ്റ് ഫ്രണ്ട് വലിയ ഹാൻഡ് ബാഗ് കിടച്ചിருக்கு. ஓகே த்ரிஷோட கிஃப்ட் ஓபன் பண்ண போறேன். நான் கேட்ட அதே பூட்ஸ் ராகுல் இதெல்லாம் நம்ம பார்த்தது. இது எப்ப கேட்ட? நான் இது போயிருந்தேன் ராகுல் கூட வாங்கறதுக்காக போயிருந்தேன். ഈ കളറ് വേണോന്ന് കേട്ടനാ അത് കളറേ കിട്ടിയില്ലേ. ഇഷ്ടായില്ലേ? എല്ലാരും എനിക്ക് ரொம்ப പിടിച്ചത്. താങ്ക് യു. വെൽക്കം. ഇത് സിനിമോളുടെ ഗിഫ്റ്റാ. അത് ബ്രൗൺ കളർ. അവളെ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ നമ്മൾ ഫുഡ് അടിയിലോട്ട് കിടന്നു. ഒരു പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് അടിയാണല്ലോ മെയിൻ. അപ്പോൾ പതിവ് തെറ്റിക്കാതെ തന്നെ നല്ല ഫുഡായിരുന്നു. റൈസും ചിക്കൻ കറിയും പിന്നെ ഇടിയപ്പം ഉണ്ടായിരുന്നു. ഇടിയപ്പം നല്ല നൂലിടിയപ്പം, നല്ല സോഫ്റ്റ് ഇടിയപ്പമായിരുന്നു. പിന്നെ നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിച്ചു. അത് നല്ല രസമായിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു. അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല. വൈകിട്ട് വീഡിയോ എടുക്കാനും മറന്നുപോയി. അങ്ങനെ നമ്മൾ ആ ഒരു ദിവസം അത്രയും എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഈ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഡേ ആയിരുന്നു ചേച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങളും എൻജോയ് ചെയ്തു, ചേച്ചിയും എൻജോയ് ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ അക്ഷയ ചേച്ചി. പെർഫെക്റ്റ് ആൻഡ് റെഡി 1 2 3. No do it. Ready 1 2 3 start. ഇത് വിനുവിൻ്റെ പാട്ടോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.